ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ശനിയാഴ്ച ദിവസത്തെ അധ്യായമാണ് കേട്ടോ. നമുക്ക് ആരംഭിച്ചാലോ? ജനലൊക്കെ തുറന്നിട്ടതിന് ശേഷം നമുക്ക് കുറച്ച് ശുദ്ധവായുവൊക്കെ കയറ്റി വിടാം അല്ലേ? അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രേഷ്മയാണ് കേട്ടോ. അപ്പം നമ്മുടെ പതിവ് പ്രോഗ്രാമിലേക്ക് കിടക്കുകയാണ്. അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് കുറച്ച് വെള്ളം വെക്കാം ചൂടാക്കാൻ, അതായത് നമ്മുടെ കട്ടൻ തിളപ്പിക്കാനായിട്ടോ. ഇന്ന് നമുക്ക് പാലില്ല, നമ്മുടെ പാല് കഴിഞ്ഞു. നമ്മളിനി പാല് കൊണ്ടുവരണം. അതുകൊണ്ട് നമ്മളിന്ന് കട്ടനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ടനുള്ള വെള്ളം വെക്കുകയാണ്. അതിന് ശേഷം വേണം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാൻ. അതായത് കണ്ടോ, എൻ്റെ ദോശമാവ് നന്നായിട്ട് പൊന്തിയിട്ടുണ്ട്. അതാണ് എൻ്റെ ഈ ഫേസിലെ എത്ര വലിയ എക്സ്പ്രഷനൊക്കെ നിങ്ങൾ കണ്ടത്. അപ്പം ഇന്ന് നമുക്ക് നന്നായിട്ട് ഒരുപാട് പൊങ്ങി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ല, ഞാനിന്ന് തോനെയാണ് നമ്മുടെ ദോശയ്ക്ക് മാവ് അരച്ച് വെച്ചത്. 2 ദിവസത്തേക്കുള്ളതായിട്ടാണ് ഞാൻ അരച്ചത്. അപ്പോൾ അത് രണ്ടായിട്ട് മാറ്റാം. പൊളിച്ച് പൊങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റാമെന്ന് കരുതി. അത് കുറച്ച് ഞാൻ മാറ്റിയതിന് ശേഷം നമ്മൾ ഇന്നത്തേക്ക് ആവശ്യത്തിനുള്ളതിനകത്ത് മാത്രം ഞാൻ ഉപ്പിട്ടിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. നമ്മളിന്ന് ദോശയുടെ കൂടെ കറിയായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് കൊഞ്ച് റോസ്റ്റും പിന്നെ കുറച്ച് തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അതിന് ശേഷം നമുക്ക് കട്ടൻ അനത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് കൊണ്ടുപോയി അണ്ണന് കൊണ്ട് കൊടുക്കാം. നമ്മൾ അടുക്കളയ്ക്ക് വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട്ടിൽ ന്യൂസിൻ്റെ മയമാണ് കേട്ടോ. ന്യൂസ് മാത്രമേ ഉള്ളൂ, അതിൻ്റെ സൗണ്ടേ കേൾക്കത്തുള്ളൂ. അണ്ണൻ എപ്പോഴും ന്യൂസിൻ്റെ ആളാണ്. അപ്പം പാർത്തമോന് എണീറ്റിട്ടുണ്ട്. അവൻ്റെ റൂം അടച്ചിട്ടേക്കുന്നത്, അവൻ അതിനകത്തിരുന്ന് പഠിക്കുകയാണ് കേട്ടോ. ഹാളിൽ ന്യൂസ് വെച്ചേക്കുന്ന സൗണ്ട്, പിന്നെ അടുക്കളയിൽ ഭക്തിഗാനത്തിൻ്റെ സൗണ്ടൊക്കെ ആയതുകൊണ്ട് അവനിങ്ങനെ ഒരു ഡിസ്റ്റർബ് ആവാതിരിക്കാനും വേണ്ടിയാണ് അവന് കഥ അടച്ചിട്ടിട്ട് അതിനകത്തിരുന്ന് പഠിക്കുന്നത്. അവനിപ്പോൾ ഈ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ കട്ടൻ കൊണ്ട് കൊടുക്കാൻ ചെന്നാലേ അവൻ പറയും എനിക്കിപ്പോൾ വേണ്ടമ്മേ, ഞാൻ പഠിച്ചിട്ട് വന്ന് ഞാൻ കുടിച്ചോളാമെന്ന് പറയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ചെന്ന് ശല്യം ചെയ്യാനായിട്ട് ചെല്ലാത്തത്. പിന്നെ നമ്മുടെ വെള്ളം കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് തേങ്ങ തിരുമ്മണം കേട്ടോ. നമ്മുടെ ചമ്മന്തിക്കറിക്കായിട്ടുള്ള തേങ്ങ തിരുമ്മി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കൊഞ്ചെടുക്കാമെന്ന് കരുതി. കാരണം കൊഞ്ച് നന്നാക്കിയതല്ല, ഇനി നന്നാക്കണം. അത് രാത്രിയിലത് കൊണ്ടുവന്നപ്പോൾ ഇവിടെ ലേറ്റായിട്ടായിരുന്നു കൊണ്ടുവന്നത് അണ്ണന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കങ്ങ് മടി പിടിച്ച്. അതുകൊണ്ട് ഞാൻ കൊഞ്ച് ഇപ്പം വെളുപ്പിനെ നന്നാക്കാനായിട്ട് എടുത്ത കേട്ടോ. നമ്മുടെ പാർത്തമ്മൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ആൾ വന്നിട്ടുണ്ട്. കുട്ടി ഷെഫ് അടുക്കളയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. എന്നെ സഹായിക്കാനായിട്ട് വന്നതാണ്. ഞാൻ ദോശ ചുട്ട് കഴിഞ്ഞില്ല എന്ന് കണ്ടപ്പോൾ ആൾ വന്ന് എന്നെ സഹായിക്കാനായിട്ട് വന്നത്. അങ്ങനെ കൊഞ്ചൊക്കെ നന്നാക്കി പിന്നെ റോസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുകയാണ്. ഞാൻ എൻ്റേതായ രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ കണ്ടിട്ട് ഇങ്ങനെയാണോ കൊഞ്ച് റോസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ എൻ്റേതായ രീതിയിൽ ചെയ്യുന്നതാണ് കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉലുവാപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് പുരട്ടിയിട്ട് അതൊന്ന് ഫ്രൈ ചെയ്യും. ഭക്തിഗാനം വെക്കാൻ പറഞ്ഞപ്പോ വെച്ച പാട്ടാ, നിങ്ങൾ കേട്ടോ ഗൈസ്? കണ്ടോ, എന്റെ മോൻ വെച്ച ഭക്തിഗാനമാ. ഇതിന് ശരിക്കും അവിടെ വരുന്നുണ്ട്. മുരുക, ഞാൻ പറയില്ല മറ്റേ പേപ്പർ കട്ട് ചെയ്തിട്ട് കഴിക്കണമെന്ന്. ഉള്ളി അരിഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നീറുന്നെന്നും പറഞ്ഞാണ് അവൻ പറഞ്ഞത്. അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞില്ലായിരുന്നോ, ഉള്ളി കട്ട് ചെയ്യുമ്പം പേപ്പർ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നനച്ച് വെച്ചിട്ട് ഉള്ളി കട്ട് ചെയ്യണം, അപ്പം കണ്ണെരിയത്തില്ല എന്ന് പറഞ്ഞിട്ടില്ലേ എന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞ എൻ്റെ കണ്ണെരിയുന്നില്ലല്ലോ എന്ന്. അപ്പം നമ്മുടെ കൊഞ്ച് നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ചട്ടിയിലേക്ക് തന്നെ എണ്ണ ചൂടാകുമ്പം അത് ഇഞ്ചി ഉണങ്ങിയതാണ്, ഞങ്ങളിങ്ങനെ അരിഞ്ഞ് ഉണങ്ങി വെച്ചേക്കും, കേടാകത്തില്ലല്ലോ. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് സവാള ഇട്ട് നന്നായിട്ട് വഴറ്റി നന്നായിട്ട് വഴണ്ട് വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി അതും ഉടയും കേട്ടോ. നന്നായിട്ട് ഉടയും. ഒന്ന് അടച്ച് വെക്കണം. അപ്പോൾ ഒന്ന് ചെറിയൊരു ആവിയിൽ കയറിയിട്ട് തക്കാളി വെന്ത നന്നായിട്ടൊന്ന് ഉടയുമല്ലോ. അങ്ങനെ ഉടഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഇത്രയാണ് ഞാൻ ചേർക്കുന്നത്. അത്രയും ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കുവേ. എന്നിട്ട് കുറച്ച് വെള്ളം വെക്കും. കുറച്ച് വെള്ളം ചൂടാക്കിയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോഴത്തേനും കുളിയും നനയൊക്കെ കഴിഞ്ഞിട്ട് എണ്ണയൊക്കെ തേക്കുന്ന വേഗത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പം നമ്മുടെ ദോശ ഒരുവിധം എല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മളിതിനകത്ത് പൊടിയൊന്നും ചേർക്കുന്നതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ, അത് ഞാൻ മിക്സായിപ്പോയി. പിന്നെ നമ്മൾ ആ ഒരു കുഴമ്പ് പരുവത്തിലാക്കി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കുഴമ്പല്ല, മിക്സാക്കി പൊടിയും ഉള്ളിയും എല്ലാം കൂടെ മിക്സാക്കി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ആ കൊഞ്ച് തട്ടിയിട്ട് കൊടുക്കുക. പിന്നെ അത് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് ഒരു കുഴമ്പ് പരുവത്തിലാക്കി എടുക്കുക. അണ്ണനും കഴിക്കുകയാണ് പോവാൻ. പാർത്തനും കഴിച്ചു, പാർത്തൻ പോയി. പിന്നെ ഞാൻ ഉച്ചയ്ക്കൊന്ന് കയറി ഉറങ്ങി വന്നപ്പോഴത്തേക്കിനും കണ്ട നല്ല മഴയായിരുന്നു. എന്തോരം മഴയായിരുന്നു. മഴയുടെ സൗണ്ട് കേട്ടാണ് ഞാൻ ഉണർന്നത് കേട്ടോ. ഭയങ്കര മഴയായിരുന്നു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കിനും. നിങ്ങൾക്ക് അവിടെ മഴ ഉണ്ടായിരുന്നോ?
ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. മഴയത്ത് ഞാൻ കയറി കിടന്നൊന്ന് ഉറങ്ങി ഉണന്ന്. ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഞാനൊരു കുട എടുത്തോണ്ട് വെള്ളോട്ട് ഇറങ്ങട്ടെ. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് ട്യൂഷൻ മാത്രമല്ലേ ഉള്ളായിരുന്നു. അപ്പോൾ ട്യൂഷന് പോയിട്ട് വന്നിട്ടുള്ള പരിപാടിയൊക്കെ കണ്ടെണ്ണം നിന്ന് മഴ നനയുന്ന കണ്ടോ? അവര് മഴ നനഞ്ഞ് ക്രിക്കറ്റ് കളിക്കുക. മഴ ഒട്ടും കളയുന്നില്ല. നമുക്ക് ഇത്രയും മഴ ഇവിടെ പെയ്യുക, ഇവന്മാരൊന്നും കളഞ്ഞില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അകത്ത് പോയി കട്ടനൊക്കെ ഇട്ടു. കട്ടൻ ഇട്ടുകൊണ്ട് വന്ന് മഴയെ ആസ്വദിച്ച് കട്ടൻ കുടിക്കാമെന്ന് കരുതി. അങ്ങനെ മഴയുടെ ഒരു ആസ്വാദനം കൂടുതൽ കൊണ്ടായതുകൊണ്ടാണെന്ന് തോന്നുന്നു കട്ടൻ്റെ ചൂട് പോലും ഞാൻ മറന്നുപോയി. എടുത്ത് മോന്തി വായെല്ലാം പൊള്ളി. അങ്ങനെ പിന്നെ കുറേ നേരം ഞാൻ അവിടെ ഇരുന്ന് മഴയെ ആസ്വദിച്ചുകൊണ്ട് തന്നെയാണ് കട്ടൻ കുടിച്ചത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് തിരിച്ച് കിട്ടാത്ത കുറച്ച് കുട്ടിക്കാലത്തെ കുറേ ഓർമ്മകൾ അവന്മാർ ഈ മഴയത്ത് കിടന്ന് നനയുന്ന കണ്ടപ്പോഴേ അതൊക്കെ ഭയങ്കരമായിട്ട് ഓർമ്മ നൊസ്റ്റാൾജി അടിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.